സുധീറിൻ്റെ അച്ഛൻ മരിച്ചിരിക്കുന്നു. നാട്ടിൽ പോയാൽ കൊള്ളാമെന്നുണ്ട്. ഞാൻ HR മാനേജറോടൊപ്പം ഇരിക്കുമ്പോൾ സഹപ്രവർത്തകൻ സുധീർ ക്യാബിനകത്തേക്ക് കയറുമെന്ന് പറഞ്ഞു. ഞാൻ എഴുന്നേറ്റ് സുധീറിൻ്റെ കൈ പിടിച്ചു. വലിയ ഭാവമാറ്റമൊന്നും ഞാൻ അയാളിൽ കണ്ടില്ല. ടെലഗ്രാമോ അങ്ങനെ എന്തെങ്കിലും രേഖകളോ വേണമെന്നാണ് റൂള്. HR പറഞ്ഞു. അയാളുടെ അച്ഛൻ മരിച്ചു എന്ന് അയാൾ കളവ് പറയുമോ? ഞാൻ മാനേജറോട് കയർത്തു. ഞാൻ നിയമം പറഞ്ഞു എന്നേ ഉള്ളൂ. റിക്വസ്റ്റ് എഴുതി കൊടുത്ത് പാസ്പോർട്ട് വാങ്ങിക്കാൻ പറയൂ. കൂട്ടത്തിൽ വാർത്ത ശരിയാണ് എന്ന് നിങ്ങൾ ഒപ്പിട്ട് തരണം. HR പറഞ്ഞു. പാസ്പോർട്ട് റിലീസ് ചെയ്യാനുള്ള അപേക്ഷ പൂരിപ്പിച്ച് അതിൽ ഞങ്ങൾ ഒപ്പുവെച്ച് HR കൊടുത്ത ശേഷം ഞാൻ സുധീറിനെയും കൂട്ടി ക്യാൻറ്റീനിലേക്ക് നടന്നു. എന്തായിരുന്നു പെട്ടെന്ന്? ഞാൻ നിശബ്ദത ഒഴിവാക്കാൻ ചോദിച്ചു. മരണകാരണം അറിയുക എന്നതൊന്നും പ്രത്യേകിച്ച് ഒരു പ്രയോജനമില്ലാത്ത കാര്യമാണല്ലോ. ഹാർട്ട് അറ്റാക്ക് എന്നാണ് ഭാര്യ പറഞ്ഞത്, സുധീർ പറഞ്ഞു. തൻ്റെ പിതാവിനെപ്പറ്റി ഏറെയൊന്നും സുധീർ നല്ലത് പറഞ്ഞതായി കേട്ടിട്ടില്ല. പൊതുവെ അന്തർമുഖനും സ്പോർട്സിലും ഗെയിംസിലുമൊക്കെ തൽപരനുമാണ് സുധീർ. ഞങ്ങൾ കമ്പനിയിലെ സഹപ്രവർത്തകരും അടുത്തടുത്ത മുറികളിൽ താമസിക്കുന്നവരുമാണ്. അയാൾ എന്നേക്കാൾ 3 വർഷം മുമ്പ് ഗൾഫിലെത്തിയതാണ്. മാതാപിതാക്കളുടെ മരണം നമ്മെ ഒറ്റപ്പെടുത്തും. പക്ഷേ അത് ജീവിത യാഥാർത്ഥ്യമാണല്ലോ. ഞാൻ അയാളെ ആശ്വസിപ്പിക്കുകയാണ്. മരണമൊക്കെ എല്ലാവർക്കും വരുന്നതല്ലേ, അതിലൊന്നും വലിയ കാര്യമില്ല. എനിക്ക് പിതാവിനോട് വലിയ അടുപ്പമൊന്നുമില്ല, സുധീർ നിർവികാരനായി പറഞ്ഞു. സുധീറിൻ്റെ പിതാവ് നാട്ടിലൊരു പലചരക്ക് കച്ചവടക്കാരനായിരുന്നു. വൈകിട്ട് കടയടച്ച് വീട്ടിലെത്തിയാൽ ഭക്ഷണത്തിന് മുമ്പ് എന്നും മദ്യം കഴിക്കും. 2 പെങ്ങന്മാർക്കിടയിൽ ഏക ആൺതരിയാണ് സുധീർ. ഒന്നേ ഉള്ളൂവെങ്കിൽ ഒലക്കടിക്കണം എന്ന് പറഞ്ഞ് പിതാവിൻ്റെ കയ്യിൽ നിന്നും അവന് ധാരാളം പീഡനങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലുതായപ്പോഴും പിതാവിനോട് അവന് ഒരകലമുണ്ടായിരുന്നു. ചെറുപ്പത്തിലെ അത്തരം കാര്യങ്ങളിൽ നിന്നും നമ്മളിപ്പോൾ ശ്രദ്ധിക്കരുത്, ഞാൻ സുധീറിനോട് പറഞ്ഞു. അവൻ വെറുതെ ഒന്ന് മൂളി. അച്ഛൻ മരിച്ചിരിക്കുന്നു, പെട്ടെന്ന് പോകണമെന്ന് നീ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചത് നീയും അച്ഛനും തമ്മിൽ അത്രമാത്രം അടുപ്പമായിരുന്നു എന്നാണ്. ചായ കുടിച്ചുകൊണ്ടിരിക്കെ ഞാൻ പറഞ്ഞു. അന്നും ഇന്നും ഒരടുപ്പവുമില്ല. പക്ഷെ ഒരു കാര്യം ചെയ്തു തീർക്കാനുണ്ട്. അതിനുവേണ്ടിയാണ് പോകുന്നത്, സുധീർ വിദൂരതയിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. അച്ഛനോട് എന്തെങ്കിലും മോശമായി ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും മരിച്ച മൃതദേഹത്തോടെങ്കിലും മാപ്പ് പറയണം. ഞാൻ കുറച്ച് കടന്നു പറഞ്ഞു. അങ്ങനെയൊന്നുമില്ല ഭായി, ഇത് വേറെ ഒരു കടമാണ്. 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ദിവസം അച്ഛൻ മദ്യലഹരിയിലിരിക്കുന്ന സമയത്ത് എന്നെ വിളിച്ച് 1 മുതൽ 10 വരെ എണ്ണാൻ പറഞ്ഞു. എനിക്ക് അച്ഛൻ്റെ വായിൽ നിന്ന് വരുന്ന ദുർഗന്ധം ഇഷ്ടപ്പെട്ടില്ല. ഞാനൊന്നും മിണ്ടാകുന്നു. അച്ഛൻ കയ്യിലുള്ള ചുവരൽ വടിയെടുത്തു എൻ്റെ 2 കൈകളും കൂട്ടിപ്പിടിച്ച് തുടയിൽ ഉറക്കെ അടിച്ചു. ഞാൻ 1 എന്ന് എണ്ണി. ബാക്കി എന്നടാ എന്നലറിക്കൊണ്ട് വീണ്ടും അടിച്ചു. അങ്ങനെ വേദനയുടെ അങ്ങേയറ്റത്ത് പുളയുമ്പോൾ മാത്രം ഞാൻ ഓരോ നമ്പറും എണ്ണിക്കൊണ്ടിരുന്നു. 8 വരെ എണ്ണിയത് എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ ഞാൻ ബോധം കെട്ട് താഴെ വീണു എന്ന് മറ്റുള്ളവർ പറഞ്ഞറിഞ്ഞു. അതിനിടയിൽ മാതാവ് ഇടപെട്ടപ്പോൾ അവർക്കും കിട്ടിയിരുന്നു പൊതിരെ തല്ല്. ഞാൻ ഏത് അത്ഭുതം കേട്ടിരിക്കുന്നത് പോലെ സുധീറിനെ നോക്കിയിരുന്നു. ഇങ്ങനെയൊക്കെയാണെങ്കിലും നിനക്ക് അച്ഛനെ കാണാൻ തോന്നിയല്ലോ, അതൊരു നല്ല മനസ്സാണ്, ഞാൻ പറഞ്ഞു. അങ്ങനെയല്ല ഭായി, അന്ന് ബാക്കി വന്ന 9ഉം 10ഉം അയാളുടെ മുഖത്ത് നോക്കി എണ്ണണം. അപ്പോൾ സുധീറിൻ്റെ മുഖത്ത് ഒരു പ്രത്യേക ഭാവം മിന്നിമറിയുന്നത് കാണാമായിരുന്നു.